എല്ലാവർക്കും വന്ദനങ്ങൾ. സങ്കീർത്തനം 27 നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ള സങ്കീർത്തനമാണ്. ഭയരഹിതമായ ദൈവാശ്രയം ചെയ്യുന്ന ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ ഈ സങ്കീർത്തനം രചിച്ചതിനെക്കുറിച്ച് വ്യക്തമായ ഒരു രീതിയിൽ ആളുകൾ പറയാറില്ല. എന്നാൽ അതിനെക്കുറിച്ച് പൊതുവേ പറയാറുള്ളത് 2 ശമൂവേലിൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ ഫെലിസ്ത്യരുമായിട്ടുള്ള ഒരു യുദ്ധം നടക്കുമ്പോൾ ദാവീദ് ആ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. ദാവീദ് ആ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തപ്പോൾ വില്ലാളികളൊക്കെ ദാവീദിനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. എന്തുകൊണ്ടോ ദാവീദ് അങ്ങനെ മരിച്ചു പോകും എന്നുള്ള ഘട്ടത്തിലെത്തി. അങ്ങനെയുള്ള സമയത്ത് ഇശ്ബി ബെനോബ് എന്ന് പറയുന്ന ഫെലിസ്ത്യ മല്ലനായ ഒരു മനുഷ്യൻ ദാവീദിനെ കൊന്നുകളയാൻ ശ്രമിച്ച സമയത്ത് അബിശായിയാണ് ദാവീദിന് തുണയായി വന്നത്. ആ സാഹചര്യത്തിൽ അബിശായി പറയുന്നുണ്ട്, ഇസ്രയേലിൻ്റെ ദീപം കെടുത്തിക്കളയരുത് എന്ന് ദാവീദിനോട് പറയുന്നതായി നമുക്ക് കാണാം. അതൊരു വലിയ സംഭവമായിരുന്നു. വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷം ഉണ്ടായ സമയം. ആ സാഹചര്യത്തിൽ ഭയപ്പെട്ട ദാവീദ് ഈ അന്തരീക്ഷത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് തൻ്റെ ഹൃദയത്തിൽ നിന്നുണ്ടായ ആ ഗാനങ്ങളാണ് ഈ 27-ാം സങ്കീർത്തനം എന്നാണ് പൊതുവെ പറയുന്നത്. അതിൻ്റെ 4-ാമത്തെ വാക്യം മാത്രം നമുക്കൊരുമിച്ച് ചിന്തിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അറിയുന്നത് പോലെ, ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പൂന്താനം കവി പാടിയതുപോലെ 10 കിട്ടുകിൽ 100 മതിയെന്നും, അതുപോലെ ശതമാകിൽ സഹസ്രം മതിയെന്നും, അങ്ങനെയുള്ള ആ ചിന്തയാണ് മനുഷ്യനെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ പറയാറുണ്ട്, കടലിലെ ഓളവും കരളിലെ ആഗ്രഹവും അടങ്ങുന്നില്ല എന്ന് മനുഷ്യനെ നോക്കി പൊതുവെ പറയാറുണ്ട്. എന്നാൽ ഇവിടെ ഭൗതിക ആഗ്രഹങ്ങളുടെ വേലിയേറ്റം മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെക്കുറിച്ച് ചിന്തകനായ ഒരു മനുഷ്യൻ പറഞ്ഞത്, ആഗ്രഹം എന്ന് പറയുന്നത് ഒരു കുതിരയോ ഒരു കുതിരവണ്ടിയോ ആണ് എങ്കിൽ ഭിക്ഷാടനത്തിന് വരുന്ന ഭിക്ഷുവും അതിൽ യാത്ര ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ മധുരഗായകനായ ദാവീദ്, അനവധി സങ്കീർത്തനങ്ങൾ എഴുതിയ ദാവീദ് ഇവിടെ പറയുകയാണ് തൻ്റെ ആഗ്രഹം, ഒരു ദൈവമനുഷ്യൻ്റെ ആഗ്രഹം. ഏതൊരു കാലത്തും ജീവിക്കുന്ന ദൈവമനുഷ്യൻ്റെ ആഗ്രഹത്തെക്കുറിച്ചാണ് ഈ വാക്യം എത്തി നിൽക്കുന്നത്. ജീവിതം പെട്ടെന്ന് നശിച്ചു പോകുമോ എന്ന പ്രതിസന്ധി ഘട്ടത്തിൽ താൻ എഴുതി വച്ച ഈ സങ്കീർത്തനമാണ്. അത് വികാരങ്ങളാണ്. താൻ എഴുതിയപ്പോൾ ഒന്നാമത് പറയുകയാണ്, യഹോവയുടെ മനോഹരത്വം കാണുന്നു. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു ഭക്തനും ഏതൊരു കാലത്തും ജീവിക്കുന്ന ഭക്തന് ആഗ്രഹമായിട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ മനോഹരത്വം കാണുക. അതൊരു വലിയ ആഗ്രഹമാണ്. 26-ാം സങ്കീർത്തനം അതിന് 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, നിന്റെ ആലയമായ വാസസ്ഥലം, നിന്റെ മഹത്വത്തിൻ്റെ നിവാസവും എനിക്ക് പ്രിയമാകുന്നു. ദാവീദ് ഈ ഗാനം പാടുമ്പോൾ ഇസ്രയേലിൽ ആലയമില്ല. ആലയത്തെക്കുറിച്ചുള്ള ധാരണകൾ മാത്രമേ ഉള്ളൂ. ആലയം എങ്ങനെ ഉണ്ടാക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം കൊടുത്ത പ്ലാനുമായി അത് വായിക്കുന്ന യഹൂദന്, അത് വായിക്കുന്ന ഭക്തനായ മനുഷ്യന് അത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്, യഹോവയുടെ മനോഹരത്വം കാണണം എന്ന് താൻ പാടുകയാണ്. 84-ാം സങ്കീർത്തനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത്, നിന്റെ പ്രാകാരത്തിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ എന്ന് 84-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദൈവഭക്തന്മാരായ മനുഷ്യർ, യഹൂദന്മാരായ ആളുകൾ, അവർക്ക് ആലയം ഇല്ലാത്ത ഒരു കാലത്ത് ആലയത്തെക്കുറിച്ചുള്ള ധാരണ മാത്രമുള്ള സമയത്ത്, എന്നാൽ അവർ പാടി വച്ചിരിക്കുന്ന പാട്ടുകൾ നമ്മൾ നോക്കിയാൽ അറിയാം, ദൈവത്തെ കാണാൻ, ദൈവത്തോട് അടുത്തിരിക്കാൻ അവരാഗ്രഹിക്കുകയാണ്. ദാവീദ് ഒരു പ്രത്യേക സമയത്താണ് തൻ്റെ മരണം നേരിൽ കണ്ട്
അതിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ പാടി വെച്ചിരിക്കുകയാണ്, ദൈവത്തെ കാണണം. കോരകപുത്രന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ കോരകപുത്രന്മാർ പാടി എന്ന് പറയുന്ന 41 സങ്കീർത്തനം നമ്മൾ വായിച്ചാൽ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ഞാൻ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്നു എന്ന് പറയുന്ന കോരകപുത്രന്മാരുടെ ആ പാട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെല്ലാം വിശ്വാസ കണ്ണാൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കർത്താവിനെ നേരിൽ കാണാം എന്നുള്ളതാണ്. ഒരു ഭക്തൻ്റെ ഒന്നാമത്തെ ആഗ്രഹം അതാണ്, കർത്താവിനെ കാണുക. പ്രസിദ്ധമായ പാട്ട് ഉണ്ട്. കാൽവറിയിലെ ക്രൂശിനെ നമ്മൾ നോക്കിയാൽ വളരെ വികൃതമായി കിടക്കുന്ന കർത്താവിനെയാണ് ക്രൂശ് നമുക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. യേശുക്രിസ്തു വരുന്നതിന് മുമ്പ് 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ വരച്ചു കാണിക്കുന്നത് വളരെ വികൃതമായി കിടക്കുന്ന കർത്താവിനെയാണ്. കണ്ടാൽ ആളല്ല എന്ന് തോന്നത്തക്ക രീതിയിൽ വികൃതമായി കിടക്കുന്ന കർത്താവിനെ ആണ് യെശയ്യാവ് വരച്ചു കാണിക്കുന്നത്. എന്നാൽ ഇവിടെ ഇതാ നമ്മളിനി കാണാൻ ഇരിക്കുന്ന കർത്താവ് തേജോമയനായ ആ കർത്താവിനെയാണ്. മരണം മുഖാമുഖം കണ്ട ദാവീദ് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ മനോഹരത്വം കാണണം എന്ന് ദാവീദ് ഇവിടെ പറയുകയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പാട്ടുണ്ട്, പ്രിയ സഹോദരനത് പാടുന്ന പാട്ടാണ്. നമുക്കറിയാമല്ലോ, സ്വർഗീയ ശില്പിയെ എന്ന പാട്ട് നമുക്ക് ചേർന്ന് പാടാം. ആ പാട്ട് കർത്താവിനെ കാണുന്ന പാട്ടാണ്. സ്വർഗീയ ശില്പിയായ ആ കർത്താവിനെയാണ് നമുക്ക് ചേർന്ന് പാടാം. കുറച്ച് ആളുകളേ ഉള്ളൂ, എങ്കിലും 4 ലൈൻ നമുക്ക് ചേർന്ന് പാടാം. പ്രിയപ്പെട്ടവർ, നമ്മളെ പാടുമ്പോൾ പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ദിവസം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നു. ഹെലൻ ഹവാത്ത് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞത്, യേശുവിങ്കിലേക്ക് നമ്മുടെ കണ്ണുകൾ തിരിക്കുക, അവൻ്റെ അത്ഭുതകരമായ ആ മുഖത്ത് പൂർണ്ണമായും നോക്കുക, മാത്രമല്ല അവൻ്റെ മഹത്വത്തിൻ്റെയും കൃപയുടെയും വെളിച്ചത്തിൽ ഭൂമിയിലെ വസ്തുക്കൾ വിചിത്രമായി മങ്ങും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സ്വർഗീയമായ ഒരു കാഴ്ചയിലാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. രണ്ടാമത് ചിന്തിച്ചത്, ഒരു ഭക്തൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുക എന്നുള്ളതാണ്. സ്വകാര്യ ജീവിതത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ, നമ്മുടെ സ്വകാര്യമായ ജീവിതം, അതിലുള്ള ഭക്തി, അവിടെയാണ് ഭക്തികർമ്മം വെളിപ്പെടുന്നത്. ആത്മീയ വർധന ആഗ്രഹിക്കുകയും അതുപോലെ ദൈവിക ശുശ്രൂഷ നിർവഹിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്ന ആളുകൾ
ധ്യാനത്തിന് പ്രത്യേക സമയം അവർ കണ്ടെത്തും. അത് നമുക്ക് നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു സത്യമാണ്. ഏതെങ്കിലും ആത്മീയ സത്യത്തെ കേന്ദ്രമാക്കി ബോധപൂർവം ചിന്തിക്കുകയും മൗനമായി പ്രാർത്ഥിക്കുകയും ഒപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഒപ്പം തുടർന്നുള്ള നമ്മുടെ പെരുമാറ്റത്തെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതുമാണ് യഥാർത്ഥത്തിൽ ധ്യാനം. അപ്പോൾ പെരുമാറ്റമില്ലാത്ത, ജീവിതമില്ലാത്ത ഒന്നല്ല ധ്യാനം. സങ്കീർത്തനക്കാരൻ നമ്മളെ കൊണ്ടുപോയി നിർത്തുന്നത് ആഗ്രഹങ്ങളുടെ രണ്ടാമത്തെ നിലയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. ദാവീദ് പറയുമ്പോൾ ഇസ്രായേലിന് ആലയമില്ല. ദാവീദ് പറയുമ്പോൾ അവർ ദൈവാലയം പണിതിട്ടില്ല. പക്ഷേ ഭക്തനായ മനുഷ്യൻ അബീശായി മുഖാന്തരം രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആലയം പണിയുന്നതിനെക്കുറിച്ചും അവിടെ മന്ദിരത്തിൽ ധ്യാനിക്കുന്നതിനെക്കുറിച്ചും അങ്ങനെ ചിന്തിച്ച് താൻ പറയുകയാണ് ചെയ്യുന്നത്. ഭക്തന്മാരായ മനുഷ്യർ ചെയ്ത കാര്യങ്ങൾ ബൈബിളിലുടനീളം എഴുതി വച്ചിട്ടുണ്ട്. അബ്രാഹാം വെളിമ്പ്രദേശത്ത് ധ്യാനിക്കാൻ പോയി. ഇസ്ഹാക്ക് വെളിമ്പ്രദേശത്ത് ധ്യാനിക്കാൻ പോയി. ദാവീദ് കിടക്കയിൽ ധ്യാനിച്ചതായിട്ട് കാണാം. മന്ദിരത്തിൽ ധ്യാനിക്കുന്ന മനുഷ്യര് നമുക്ക് കാണാം. ഇസ്ഹാക്ക് വൈകുന്നേരമായപ്പോൾ വെളിമ്പ്രദേശത്ത് ധ്യാനിക്കാൻ പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. സങ്കീർത്തനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, രാത്രി യാമങ്ങൾ ധ്യാനത്തിന് പറ്റിയ സമയമാണ് എന്ന് സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഏകദേശം 13 സങ്കീർത്തനങ്ങളിലായി സങ്കീർത്തനക്കാരൻ ആ സങ്കീർത്തനങ്ങളുടെ ശീർഷഭാഗത്ത് എഴുതി വച്ചിരിക്കുകയാണ് ധ്യാന സങ്കീർത്തനം എന്ന്. അതുകൊണ്ട് പഴയ നിയമഭക്തന്മാർ ധ്യാനിക്കുന്ന മനുഷ്യരായിരുന്നു. അത് നമുക്ക് നിഷേധിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ചെറുപ്പക്കാരുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ഇടയായി. ആ മീറ്റിങ്ങിൽ യേശുക്രിസ്തുവിനെ ധ്യാനിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ പ്രസ്താവന ഭയങ്കരമായ പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പ്രായമുള്ളവർ ക്ഷമിക്കണം, പുതിയ ആളുകളുടെ ആ പ്രസ്താവനയാണല്ലോ, പുതിയ രീതിയിൽ അവർ പറഞ്ഞതാണ്. പണ്ടേ കുറിച്ചിട്ടതാ, പ്രണയിക്കുകയാണെങ്കിൽ ഒരു പൊളി മച്ചാനെ പ്രണയിക്കണം എന്ന്. എന്നിട്ട് തീർന്നില്ല, അവൻ വീണ്ടും പറഞ്ഞു, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവൻ, 5 അപ്പത്തെ 5000 വിളമ്പിയവൻ. അവിടെയും തീർന്നില്ല, കുരുടന് കാഴ്ച കൊടുത്തവൻ, മുടന്തന് നടത്തിയവൻ, കാണാൻ ആഗ്രഹിച്ച് മരത്തിൽ കയറിയവനെ താഴേക്ക് പിടിച്ചിറക്കി വീട്ടിൽ താമസിച്ചവൻ. എന്നിട്ടും തീർന്നില്ല, അവൻ പറയുകയാണ്, പ്രണയിക്കുകയാണെങ്കിൽ ജീവൻ നൽകിയവനെ പ്രണയിക്കണം. യേശുവേ, നീ വേറൊരു ലെവലാണ്, ഐ ലവ് യു ചങ്കേ എന്നവൻ പറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ ഈ പ്രസ്താവന പറഞ്ഞ് ഇഷ്ടപ്പെട്ടോ എന്നറിഞ്ഞുകൂടാ. ഇന്നിൻ്റെ പ്രസ്താവനയാണ്, ഇന്നിൻ്റെ ഹൃദയത്തുടിപ്പാണ്, ഇന്നത്തെ ചെറുപ്പക്കാർ പറഞ്ഞ പ്രസ്താവനയാണ്. അപ്പോൾ ഒരുപക്ഷെ പോളികാർപ്പ് പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഇന്നത്തെ വികാരത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഹൃദയം തുറന്നപ്പോൾ അവൻ പറഞ്ഞ വാക്കുകളാണത്. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി കർത്താവിനെ ഈ മന്ദിരത്തിൽ ധ്യാനിക്കാം. അതിനായി ദൈവം സഹായിക്കട്ടെ. ഈ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് പറയുകയാണ്, കർത്താവിൻ്റെ കൂടെ മന്ദിരത്തിൽ ധ്യാനിക്കണം എന്ന് പറഞ്ഞിട്ട് താൻ പറയുകയാണ്, എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ഒരു ഭക്തൻ്റെ ആഗ്രഹം ദൈവത്തിൻ്റെ ആലയത്തിൽ പാർക്കണം. അതാണ് നമ്മൾ പോയി ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ കൂടെ പാർക്കാൻ പോവുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ നടന്നു പോകുന്ന സമയത്ത് യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതുകൊണ്ട് യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ പുറകെ പോയിട്ട്, ഗുരു നീ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചു. ഗുരു താമസിക്കുന്ന സ്ഥലം കണ്ടിട്ട് അവർ യേശുക്രിസ്തുവിൻ്റെ കൂടെ താമസിച്ചു കഴിഞ്ഞ് അവർ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അന്ത്രിയോസ് പത്രോസിനെ കണ്ടപ്പോൾ യേശുവിനെ കുറിച്ച് പറഞ്ഞു. ആ ഭാഗം നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ യേശുക്രിസ്തു മശിഹയാണ് എന്നാണ് അവർ പറഞ്ഞത്. യേശുക്രിസ്തു പ്രവാചക പുസ്തകത്തിൽ എഴുതപ്പെട്ടവനാണ് എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ കൂടെ താമസിക്കുന്നത് വലിയ അനുഭവമാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞു, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ പോവുകയാണ്, ഞാൻ വെറുതെ പോകുന്നതല്ല, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുകയാണ്. ഞാൻ സ്ഥലമൊരുക്കി കഴിയുമ്പോൾ വീണ്ടും വന്ന് ഞാനായിരിക്കുന്ന സ്ഥലത്ത്
നിങ്ങളെ ചേർക്കും എന്ന് പറഞ്ഞു. POC ബൈബിളിൽ അതെഴുതിയത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത് എന്നാണ്. ദൈവം നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോയിരിക്കുകയാണ്. അവിടുന്ന് വീണ്ടും വരും. ബൈബിളിൻ്റെ ആദ്യത്തെ താളുകൾ മുതൽ, ആദ്യത്തെ പുസ്തകം മുതൽ അവസാനത്തെ പുസ്തകം വരെ നിറഞ്ഞു നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാഗ്ദത്തം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ ഈ മിനിസ്ട്രിയിൽ ഇന്ന് ഈ ക്യാമ്പിൽ കുട്ടികളെ ഞങ്ങൾ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. അവസാനം ദൈവം ഒരുക്കുന്ന വീട്. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ഈ ക്യാമ്പിൻ്റെ അവസാന ദിവസം ദൈവം ഒരുക്കുന്ന ഒരു സുന്ദരമായ വീടുണ്ട്. അതാണ് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. മിസ്രൈമിൽ നിന്ന് മോശ ഇസ്രായേൽക്കാരെ കൊണ്ട് പോരുമ്പോൾ എന്താണ് ചെയ്തത് എന്ന് നമുക്കറിയാം. ഒരു ശവപ്പെട്ടി തുറന്നു, അല്ലെങ്കിൽ ഒരു കല്ലറ തുറന്നു. കല്ലറ തുറന്നപ്പോൾ ചെറിയ കുട്ടികൾ ചോദിച്ചു, എന്താണ് അപ്പാ ഈ കല്ലറ തുറക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ പറഞ്ഞു, നമ്മൾ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക്, ദൈവം ഒരുക്കുന്ന നാട്ടിലേക്ക് നമ്മൾ പോകും മക്കളെ. അപ്പോൾ നേരത്തെ മരിച്ച ജോസഫ് എന്ന് പറയുന്ന പിതാവ് നമ്മളോട് പറഞ്ഞതാണ്, നിങ്ങൾ പോകുമ്പോൾ എൻ്റെ അസ്ഥിയും കൂടി കൊണ്ടുപോകണമെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ക്യാമ്പ് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ മടങ്ങും. എന്നാൽ അടുത്ത ക്യാമ്പിൽ പല ആളുകളും ഇവിടെ വന്നു ചേരില്ല. അവർ വന്നു ചേരുന്ന സ്ഥലം ദൈവത്തിൻ്റെ അടുക്കലാണ്. അതാണ് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം ഒരുക്കുന്ന ആ രണ്ടാമത്തെ വരവിന് വേണ്ടി യേശുക്രിസ്തു വരാനിരിക്കുന്നു. ആ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അതാണ് ഒരു ഭക്തൻ്റെ ആഗ്രഹം. ഞാൻ നിങ്ങളോട് പറഞ്ഞ 3 പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ ഒന്നാമത് പറഞ്ഞത് ദൈവത്തിൻ്റെ മനോഹരത്വം കാണണം. രണ്ടാമത് പറഞ്ഞത് ദൈവത്തിൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. മൂന്നാമത് നമ്മൾ ചിന്തിക്കുകയായിരുന്നു കർത്താവിൻ്റെ ഒപ്പം താമസിക്കണം. ദൈവം ഈ വചനങ്ങളാൽ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ കൂടെ താമസിക്കാം. അതിനായി ദൈവം എല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.